സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് സമസ്ത പാദവാർഷിക പരീക്ഷ 2ാം ക്ലാസ് അഖീദ. പ്രധാനമായും എന്തൊക്കെ വിഷയങ്ങൾ ശ്രദ്ധിക്കണം, എത്ര പാഠങ്ങളാണ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാനുള്ളത്, ഏത് രൂപത്തിലാണ് ചോദ്യങ്ങൾ വരിക എന്നീ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. മുഴുവനായി തന്നെ കാണുകയും കുട്ടികളിൽ പഠിപ്പിക്കുകയും ചെയ്യുക. മുഴുവൻ മാർക്കും ലഭിക്കാൻ സഹായകമാകും. പ്രധാന വിഷയങ്ങൾ പറയുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ചോദ്യപേപ്പറിലൊന്ന് വിശകലനം ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം യോജിച്ചവ ചേർക്കാം എന്ന ചോദ്യമാണ്. കുട്ടികൾ ആദ്യമായിട്ടാണ് ഇതുപോലെ സ്വന്തമായി പരീക്ഷ എഴുതുന്നുണ്ടാവുക. അതുകൊണ്ട് കുട്ടികൾക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കണം. നല്ലോണം ആലോചിച്ച് ശ്രദ്ധിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ എഴുതാവൂ, അല്ലെങ്കിൽ മാർക്ക് പോയി പോകുമെന്ന കാര്യം പറഞ്ഞു കൊടുക്കണം. ഇവിടെ വളരെ എളുപ്പമുള്ള 6 ചോദ്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ റബ്ബ് ആരാകുന്നു? അള്ളാഹു ആകുന്നു. എഴുതുമ്പോഴും വൃത്തിയിൽ തന്നെ ആ ഫില്ല് ചെയ്യാനുള്ള ഭാഗത്ത് തന്നെ കൃത്യമായി എഴുതി കൊടുക്കാൻ വേണ്ടി പറയുക. രണ്ടാമത്തത്, ആമിന ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയാണ്, എല്ലാവർക്കും അറിയാം അല്ലേ. മൂന്നാമത്തത്, അബ്ദുള്ള നബിയുടെ ഉപ്പയാണ്. അതെ, നബിയുടെ ഉപ്പയാണ് അബ്ദുള്ള. ഇനി നാലാമത്തത്, മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു. അഞ്ചാമത്തത്, മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. അപ്പം നബി ജനിച്ചത് മക്കയിൽ, മരണപ്പെട്ടത് മദീനയിൽ, അതാണ് വഫാത്തായി എന്ന് പറയുന്നത്. ഇനി ആറാമത്തത്, 40 വയസ്സായപ്പോൾ നമ്മുടെ നബിക്ക് എന്തോന്ന് കിട്ടിയില്ലേ? എന്താണത് കിട്ടിയത്? നുബൂവത്ത്. നുബൂവത്ത് കിട്ടി. നബി പ്രവാചകനായി 40 വയസ്സായപ്പോൾ, അതിനാണ് നുബൂവത്ത് കിട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ചോദിച്ച ചോദ്യങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പക്ഷേ ഈ രൂപത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രൂപത്തിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. രക്ഷിതാക്കളെല്ലാവരും കുട്ടികൾക്ക് ഇത് അറിയുന്നുണ്ടോ എന്നും എഴുതുന്നത് ശരിയാണോ എന്നും ഉറപ്പുവരുത്തുക. ഇനി അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം നമുക്ക് വായിക്കാം. പൂർത്തിയാക്കാം എന്ന ചോദ്യമാണ്. രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക, ഇതുപോലത്തെ ചോദ്യങ്ങൾ കുട്ടികൾക്ക് എളുപ്പത്തിൽ അറിയണമെങ്കിൽ പാഠഭാഗം നന്നായി വായിച്ചു കൊടുക്കണം. ചോദ്യോത്തരങ്ങൾ മാത്രം പഠിച്ചതുകൊണ്ടോ 1-2 യൂട്യൂബ് വീഡിയോകൾ കണ്ടതുകൊണ്ടോ ഒരിക്കലും ആവില്ല. പാഠഭാഗം നന്നായി വായിച്ചു കൊടുക്കുക. ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 53 വയസ്സായപ്പോൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി. അപ്പോൾ 53-ാമത്തെ വയസ്സിലാണ് ഹിജ്റ പോയത്. മക്കയിൽ നിന്നാണ് പോയത്, മദീനയിലോട്ടാണ് പോയത്. ഇതൊക്കെ ചോദ്യത്തിന് സാധ്യതയുള്ള പോയിന്റുകളാണ്, ശ്രദ്ധിക്കുക. രണ്ടാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 63 വയസ്സായപ്പോൾ മദീനയിൽ വഫാത്തായി. എവിടെ വഫാത്തായി? എത്ര വയസ്സിൽ വഫാത്തായി? 63 വയസ്സായപ്പോൾ മദീനയിൽ വഫാത്തായി. മൂന്നാമത്തത്, അള്ളാഹു പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചവരാണ്, വെളിച്ചം കൊണ്ട് സൃഷ്ടിച്ചവരാണ് ആര്? മലക്കുകളെയാണ് അള്ളാഹു പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചത്. നാലാമത്തത്, അള്ളാഹുവിനെ മാത്രമേ നാം ആരാധിക്കാവൂ. എഴുതുന്നത് കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി മൂന്നാമത്തത്, ശരിക്ക് ശരി നൽകാം എന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യം. 3 ഓപ്ഷനുകളുണ്ട്. കുട്ടികളോട് ഇതുപോലത്തെ ചോദ്യം വന്നാൽ നല്ലോണം നോക്കിയിട്ടേ ശരിയിടാവൂ എന്ന് പറഞ്ഞു കൊടുക്കണം. ഒന്നാമത്തത്, മണ്ണിനാൽ പടക്കപ്പെട്ടവർ. ജിന്നുണ്ട്, മലക്കുണ്ട്, മനുഷ്യരുണ്ട്. മനുഷ്യരാണല്ലേ, തീ കൊണ്ടാണ് ജിന്നിനെ പടച്ചത്. മലക്കിനെ പടച്ചത് പ്രകാശം കൊണ്ടാണ്. മണ്ണ് കൊണ്ട് പടച്ചത് മനുഷ്യരെയാണ്. ഇനി രണ്ടാമത്തത്, മലക്കുകളിൽ പെട്ടവരാണ്. ഇതിലാരാണ് മലക്കുകളിൽ പെട്ടയാൾ? ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ഇനി മൂന്നാമത്തത്, നമുക്ക് കഴിക്കാൻ ഭക്ഷണം തരുന്നു മലക്കുകൾ, സർക്കാർ, അള്ളാഹു. ആരാണ്? അള്ളാഹു ആണ് ശരിയായ ഉത്തരം. നാലാമത്തത്, ഉറക്കമോ ക്ഷീണമോ ഉണ്ടാവുകയില്ല. ആർക്കാണ്? നബിമാർക്കാണോ? അല്ല, നബിമാർ ഉറങ്ങുന്നവരാണ്, മനുഷ്യരും ഉറങ്ങുന്നവരാണ്. ഉറങ്ങാത്ത ക്ഷീണമില്ലാത്ത ആളുകൾ മലക്കുകളാണ്. ഇനി അഞ്ചാമത്തത്, അള്ളാഹു നമുക്ക് കാണാൻ തന്നു. കാണാൻ മൂക്കാണോ തന്നത്? അല്ല. കൈയാണോ? അല്ല. കണ്ണ് തന്നു. അപ്പോൾ ഈ രൂപത്തിൽ യോജിച്ചത് നമ്മൾ തിരഞ്ഞെടുക്കുക. ഇനി നാലാമത്തത്, വേർതിരിക്കാമെന്ന ചോദ്യമാണ്. വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ കഷ്ടപ്പെട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സ്നേഹമായ സബ്സ്ക്രൈബാണ്. ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ കൊടുത്തേക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി അറിയിച്ചാൽ അൽഹംദുലില്ലാഹോ ആമീനോ താങ്ക്സോ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുകയും ചെയ്യുക.
വേർതിരിക്കാം എന്നതിൽ നാം കാണുന്നവ, നാം കാണാത്തവ. മദ്രസയുണ്ട്, മലക്കുണ്ട്, പേനയുണ്ട്, പിശാചുണ്ട്, ജിന്നുണ്ട്, മനുഷ്യനുണ്ട്. ഇതിൽ നാം കാണുന്നവ ഏതൊക്കെയാണ്? മദ്രസ നമ്മൾ കാണുന്നതല്ലേ, പേന നമ്മൾ കാണുന്നു, മനുഷ്യനെയും നമ്മൾ കാണുന്നു. എന്നാൽ നമ്മൾ കാണാത്തത് ഏതൊക്കെയാണ്? മലക്കിനെ നമ്മൾ കാണൂല, പിശാചിനെയും കാണൂല, ജിന്നിനെയും കാണൂല. കാരണം നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന രൂപത്തിലല്ല ഇവരെയൊന്നും പടച്ചിട്ടുള്ളത്. നമ്മളെക്കാൾ വളരെ നൈർമല്യമുള്ളവരും നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അവസ്ഥയിലുമാണ് അവരുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റാത്തത്. കാണാൻ പറ്റാത്തത് കൊണ്ട് അവരില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അവരൊക്കെ ഉള്ളവരാണ്, പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല എന്നേ ഉള്ളൂ. ഇനി ഉത്തരം എഴുതാം എന്ന ചോദ്യമാണ്. സൃഷ്ടികളിൽ 3 വസ്തുക്കളുടെ പേരെഴുതാം. അള്ളാഹു പടച്ച ഒരുപാട് സൃഷ്ടികളില്ലേ, 3 പേരെഴുതാൻ എന്ത് എളുപ്പമാണ്? ഭൂമി, വെള്ളം, വായു, ഇനിയും നമുക്ക് ഒരുപാടെണ്ണം പറയാനുണ്ടാവും അല്ലേ. ഇനി രണ്ടാമത്തത്, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരെന്താകുന്നു? മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവർക്കും പറയാൻ അറിയാം അല്ലേ, എഴുതാനും കൂടി അറിയോ എന്ന് നോക്കണം കേട്ടോ. ഇനി മൂന്നാമത്തത്, എപ്പോഴും അള്ളാഹുവിന് വഴിപ്പെടുന്നവരാരാണ്? എപ്പോഴും ഒരു സെക്കൻഡ് ഒഴിവില്ലാതെ എപ്പോഴും അള്ളാഹുവിന് വഴിപ്പെടുന്നവരാരാണ്? മലക്കുകൾ. നല്ല എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. ഇനി ഏറ്റവും അവസാനത്തെ ചോദ്യമാണ് വായിക്കുന്നത്, പൂരിപ്പിക്കാം എന്നതാണ്. അതിൽ 3 എണ്ണം വരുന്നുണ്ട്, നമുക്കൊന്ന് വായിച്ചു നോക്കാം. 1, ആരാധനയ്ക്ക് ഡാഷ് മറ്റാരുമില്ല. എന്താണ് അവിടെ പോയത്? ആരാധനയ്ക്ക് അർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരും ഇല്ല. അതാണ് ശരി. ഇനി രണ്ടാമത്തത്, അള്ളാഹു നമുക്ക് നടക്കാൻ കാല് തന്നു. അള്ളാഹു കാല് തന്നതുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. ഇനി എല്ലാം കാണും അല്ലാഹു, എന്നും ഉള്ളവനല്ലാഹു. ഇനി അവിടെ എല്ലാം കാണും എന്നുള്ളിടത്ത് എല്ലാം കേൾക്കും അല്ലാഹു, എല്ലാം അറിയും അല്ലാഹു, എല്ലാം തന്നവൻ അല്ലാഹു. അതൊക്കെ വെച്ച് കൊടുക്കാം. അതെല്ലാം എഴുതിയാൽ നമുക്ക് മാർക്ക് കിട്ടും. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. 4 പാഠങ്ങളെ നമുക്ക് പഠിക്കാനുള്ളൂ. വളരെ എളുപ്പമാണ്. നല്ലോണം വായിച്ച് പഠിക്കുക. ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ നോക്കുക. പൂരിപ്പിക്കാൻ വരാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ ഇമ്പോർട്ടൻ്റായി കാണുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പഠിച്ചാൽ 50-ൽ 50 നമുക്ക് ഉറപ്പായും കിട്ടും. കിട്ടട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇനിയും നമുക്ക് നല്ല വീഡിയോകൾ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടായ സബ്സ്ക്രൈബ് ഉണ്ടാവണം. ലൈക്ക് ചെയ്യാൻ മറന്നവർ ചെയ്യുക. ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.